ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനീഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് മഹേഷ്. ഫുഡൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനീഷാണെങ്കിൽ ദേഷ്യത്തോടെ അത് അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് മഹേഷ് അവനെ ഒരുപാട് പൊതിരെ തല്ലുന്നുണ്ട്. പാവയല്ലേ, പട്ടിണി കിടന്ന് ചാവണ്ടെന്ന് കരുതി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ട് തന്നപ്പോൾ നിനക്ക് അഹങ്കാരാണോ? നിന്നെപ്പോലെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണടാ. മനീഷും വിട്ടുകൊടുക്കുന്നില്ല. മനീഷിൻ്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടാണ് മഹേഷ് തൻ്റെ പ്രതികാരം തീർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനീഷ് അവിടെ ബോധം കെട്ടിട്ട് നിലത്ത് വീഴുകയാണ്. ആ സമയത്താണ് മഹേഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് മഹേഷ് വേഗം തന്നെ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് അവിടെ മനീഷിന് കൊണ്ടുവന്ന ആ ഒരു വെള്ളം ബോട്ടിലെടുത്തിട്ട് മുഖം കഴുകുകയാണ്. മനീഷ് ബോധമില്ലാതെ അവിടെ കിടക്കുന്നത് നോക്കിയിട്ട് മഹേഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചാവുന്നത് വരെ പട്ടിണി കിടക്ക്. എന്നിട്ട് കണ്ണൊക്കെ കഴുകിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് അവൻ മൊബൈൽ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. കണ്ണ് കഴുകിയിട്ട് നേരെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ മഹേഷ് പോകുന്നത് ചന്ദ്രിക ദൂരത്ത് നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. മഹേഷ് തൊട്ടടുത്തതും അവൻ ഓട്ടോ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബൈക്കിലാണ് വന്നതെങ്കിൽ ഓട്ടോ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ചന്ദ്രിക അവൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഉള്ളിൽ ആരായിരിക്കും ഉണ്ടാവുക? മഹേഷ് ആർക്കായിരിക്കും ഭക്ഷണവും കൊടുത്തിട്ട് പോകുന്നത്? ലോക്ക് പൊട്ടിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ട് അകത്ത് പോയി നോക്കാം. ചന്ദ്രിക പോയിട്ട് പൂട്ട് പൊട്ടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. പക്ഷേ അവൾ എത്ര ശ്രമിച്ചിട്ടും പൂട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈയൊക്കെ വേദനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവൾ വലിയൊരു കരിങ്കല്ലെടുത്തിട്ട് പൂട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് നോക്കുമ്പോൾ അപ്പോഴും കൈക്ക് തന്നെയാണ് തട്ടുന്നത്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് ചന്ദ്രയ്ക്ക് ആ ഒരു ലോക്ക് പൊട്ടിക്കാൻ പറ്റിയത്. അതിനുശേഷം അവൾ വേഗം ചുറ്റിലും നോക്കിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ വീട്ടിനകത്തെത്തിയിട്ട് അവൾക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. അവളിങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട്. പക്ഷേ വെറുതെ ഒന്ന് താഴേക്ക് കണ്ണു പോയപ്പോഴാണ് താഴെ മനീഷ് അവിടെ ബോധം കെട്ടിട്ട് ഒരു വികൃത രൂപത്തിൽ കിടക്കുന്നത് ചന്ദ്രിക കാണുന്നത്. അവൾ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു മനീഷിനെ അങ്ങനെ കണ്ടപ്പോൾ. അവൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ വേഗം മനീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് മനീഷിനെ വിളിച്ച് ഉണർത്താൻ നോക്കുന്നുണ്ട്. മനീഷ് കണ്ണു തുറക്ക്. മഹേഷ് ഫ്രിഡ്ജിനോട് ചേർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന മനീഷിൻ്റെ കൈ ആദ്യം അവൾ കെട്ടഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് തവണ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അവസാനം മഹേഷ് മുഖം കഴുകിയതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ചന്ദ്രിക വേഗം അവൻ്റെ മുഖം കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോധം വന്നപ്പോൾ അവനെ വേഗം പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നുണ്ട്. മനീഷ് ആകെ കുഴഞ്ഞ അവശ നിലയിലാണ് ഉണ്ടായിരുന്നത്. എന്താ പറ്റിയത് മനീഷ്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങളെന്തിനാ മഹേഷ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? വെള്ളം മനീഷ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക വേഗം ബാക്കിയുണ്ടായിരുന്ന വെള്ളം അവന് കൊടുക്കുന്നുണ്ട്. അവനത് ഫസ്റ്റ് കുടിച്ചപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ഒരുപാട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവന് വെള്ളം ഫസ്റ്റ് അങ്ങോട്ട് എത്തിയപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് ചന്ദ്രിക അവൻ്റെ തലയൊക്കെ കൊട്ടിക്കൊടുത്തിട്ടാണ് വീണ്ടും വെള്ളം കൊടുക്കുന്നത്. ആ ബാക്കിയുണ്ടായിരുന്ന വെള്ളം മുഴുവൻ അവൻ വലിച്ചു കുടിക്കുകയാണ്. ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് മഹേഷ് ഇങ്ങനെ നോക്കുകയാണ്. അയ്യോ, ഫോൺ. എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്, ഫോൺ അവിടെ വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് മുഖം കഴുകിയത്. അയ്യോ, ഫോൺ അവിടെ മറന്നു വെച്ചിട്ട് വന്നു പോയല്ലോ. അയ്യോ, കസ്റ്റമർ വിളിക്കുമല്ലോ. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അയാൾ വിളിച്ചാലേ അറിയാൻ പറ്റൂ. തിരിച്ചു പോയിട്ട് ഫോൺ എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വീണ്ടും വണ്ടി തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രിക മനീഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷ് എന്താ പറ്റിയത്? എന്തിനാണ് മഹേഷ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുന്നത്? മഹേഷും നിങ്ങളും തമ്മിൽ എന്താണ് പ്രശ്നം? അയാൾ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ മനീഷ്. ചന്ദ്രിക ഇങ്ങനെ മേൽക്കുമേൽ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനീഷാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവസാനം മനീഷ് പറയുന്നുണ്ട്, അവൻ എന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നതിന് കാരണമുണ്ട്. പക്ഷേ അതിപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല. ആദ്യം ഞാൻ ഈ കാര്യം മേഘയോട് വേണം പറയാൻ. ചന്ദ്രിക, മഹേഷ് വലിയൊരു ദുഷ്ടനാണ്. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അതുകൊണ്ട് ആദ്യം എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കേ. ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കിതച്ചുകൊണ്ട് മനീഷ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നമ്മളെ രണ്ടുപേരെ അവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെ അവൻ പിന്നീട് പുറം ലോകം കാണിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് പുറത്തെത്തണം. ആദ്യം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വാ പോവാം ചന്ദ്രിക. ശരി, പെട്ടെന്ന് തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലിൽ കെട്ടിയിരുന്ന കെട്ടൊക്കെ ചന്ദ്രിക അയച്ചു കൊടുക്കുകയാണ്. മനീഷിനെ എങ്ങനെയൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടായിരുന്നു ചന്ദ്രിക നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോഴേക്കും മനീഷ് പറ്റെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ചന്ദ്രിക. മഹേഷ് എന്നെ ഒത്തിരി തല്ലിയിട്ടുണ്ടായിരുന്നു. മനീഷ്, കുറച്ച് വേദന സഹിച്ചിട്ട് തൽക്കാലം നീ എൻ്റെ കൂടെ വാ. ഇവിടെ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഏറെക്കുറെ മഹേഷ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
ചുറ്റിലും നോക്കിക്കൊണ്ടാണ് ചന്ദ്രിക മനീഷിനെ എങ്ങനെയൊക്കെയോ പുറത്തിറക്കാൻ വേണ്ടി നോക്കുന്നത്. മഹേഷ് അവിടെയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട്. ആ സമയം മഹേഷ് ആണെങ്കിൽ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവളുടെ സ്കൂട്ടറാണ് ആദ്യം മഹേഷ് കാണുന്നത്. ഇത് ചന്ദ്രികയുടെ സ്കൂട്ടറാണല്ലോ. അവൻ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വീടിൻ്റെ പുറത്ത് ചന്ദ്രികയുടെ സ്കൂട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രിക അകത്തുണ്ടാവും. അവളെങ്ങനെയായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക? തൊട്ടടുത്ത നിമിഷം പൂട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗേറ്റും അവൻ കാണുകയാണ്. അവൻ ഉറപ്പായി ചന്ദ്രിക അവിടെ എത്തിയെന്ന്. മഹേഷിന് ഒരേ സമയം ദേഷ്യവും എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. അവൻ ഓടി വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയം മനീഷ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല ചന്ദ്രിക, ഒരടി പോലും ഇനി മുന്നോട്ട് വെക്കാൻ പറ്റില്ല, എൻ്റെ കാല് വേദനിച്ചിട്ട് എനിക്ക് വയ്യ, പ്ലീസ് നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് പിടിച്ച് സഹായിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മനീഷ് നടക്കാൻ പറ്റുന്നില്ല. ഒരു നിമിഷമെങ്കിലും ഇവിടെ നിന്നിട്ട് എൻ്റെ കാലിൻ്റെ വേദന മാറ്റിയേ പറ്റുമെന്ന് മനീഷ് ഉറപ്പിക്കുകയാണ്. മഹേഷ് ദേഷ്യത്തോടെയാണ് അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. മനീഷിനെ കിടത്തിയ സ്ഥലത്ത് നോക്കുമ്പോൾ അവനെ കാണുന്നുമില്ല. അപ്പോൾ അവനിങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം രണ്ടുപേരും കേട്ടിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ മഹേഷ് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ചെറിയ വാതിലിൻ്റെ പിന്നിലായിട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ അവർ രണ്ടുപേരെയും തെരഞ്ഞുകൊണ്ട് മനീഷ് മനീഷ് എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തൊട്ടടുത്തായിട്ട് മഹേഷ് എത്തിയ സമയത്ത് അവർ ഓപ്പോസിറ്റായിട്ടാണ് മഹേഷ് ഉണ്ടായിരുന്നത്. ആ സമയം ചന്ദ്രിക വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വടിയെടുത്തിട്ട് മഹേഷിൻ്റെ പിന്നിൽ പോയിട്ട് അവൻ്റെ തലക്കടിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചന്ദ്രികയാണ് കാണുന്നത്. അവൻ ആ വടിയെടുത്ത് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രിക അവനെ വീണ്ടും പൊതിരെ തല്ലുകയാണ്. അതുപോലെ തന്നെ മനീഷും വേറൊരു വടിയെടുത്തിട്ട് രണ്ടുപേരും ചേർന്നിട്ടാണ് മഹേഷിനെ തല്ലുന്നത്. മഹേഷ് അവിടെ നിലത്ത് വീഴുകയാണ്. മനീഷ് വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മതി മതി വാ പോവാം. എന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ ഇങ്ങനെ അവർ പോകുന്ന നോക്കിയിട്ട് നിലത്ത് ബോധം കെട്ടുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. മനീഷിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രിക എങ്ങനെയൊക്കെയോ വേച്ച് പുറത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഹേഷിന് പെട്ടെന്ന് ബോധം വരികയാണ്. അവൻ ചുറ്റിലും നോക്കിയപ്പോഴാണ് അവന് മനസ്സിലായത് മനീഷിനെയും കൂട്ടി ചന്ദ്രിക പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്ന്. അവൻ വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവനും പുറത്തിറങ്ങിയിട്ട് അവരെ ചുറ്റിലും തപ്പി നോക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ കാട് പോലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അപ്പോഴേക്കും ചന്ദ്രിക മനീഷിനെയും കൂട്ടി പുറത്തെത്തിയിട്ടുണ്ട്. അവൾ വണ്ടി എടുത്തിട്ട് അവൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ കഷ്ടകാലത്ത് അവളുടെ വണ്ടി ആ സമയത്ത് സ്റ്റാർട്ട് ആവുന്നില്ല. ആ സമയം കൊണ്ട് മഹേഷ് ആണെങ്കിൽ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവസാനം എങ്ങനെയൊക്കെ ശ്രമിച്ച് ചന്ദ്രിക വണ്ടി സ്റ്റാർട്ടാക്കി എടുത്ത്. അങ്ങനെ മനീഷ് വണ്ടിയിൽ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറുകയാണ്. കാരണം അവന് കാലിനൊന്നും തീരെ വയ്യല്ലോ. ഇരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രിക വണ്ടി എടുക്കുന്നത്. പക്ഷേ പൊളഞ്ഞുകൊണ്ടാണ് വണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡില്ലാതെയാണ് ചന്ദ്രിക വണ്ടി എടുക്കുന്നുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് മഹേഷ് പുറത്തെത്തിയിട്ട് പിന്നിൽ നിന്ന് മനീഷിനെ പിടിച്ച് വലിക്കുകയാണ്. മനീഷിനെ പിടിച്ച് വലിച്ചത് കൂടി ആയതുകൊണ്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയിട്ട് വണ്ടി അവിടെ താഴത്ത് വീഴുകയാണ് ചന്ദ്രികയും. എന്നിട്ട് അവൾ വേഗം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മനീഷാണെങ്കിൽ മഹേഷിൻ്റെ തല്ല് കൊണ്ടപ്പോൾ തന്നെ റോട്ടിൽ വീണിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക പോയിട്ട് മഹേഷുമായിട്ട് തല്ലുണ്ടാക്കുകയാണ്. പക്ഷേ ഒരു പെണ്ണും ആണും തമ്മിലുള്ളൊരു ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ മഹേഷ് അവളെ നല്ലോണം തിരിച്ച് തല്ലുന്നുണ്ടായിരുന്നു. എന്നാലും ചന്ദ്രിക അവളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ മഹേഷിനെ ഓരോന്ന് ചെയ്തിട്ട് മനീഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവൾ വിളിച്ച് പറയുന്നുണ്ട്, മഹേഷ് നീ നന്നായി എന്നാണ് സിദ്ധു സാർ വിശ്വസിക്കുന്നത്. ഒരു കൈ കൊണ്ട് ചന്ദ്രികയോട് തല്ലുകൂടുകയാണെങ്കിലും മറ്റേ കൈ വെച്ചിട്ട് മനീഷിൻ്റെ മേലെ ദേഹത്തിരുന്നിട്ട് അവൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചിരിക്കുകയാണ് മഹേഷ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ ഇതുപോലെ ഒരുത്തനാണെന്ന് സിദ്ധു സാർ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നിന്നെ കൊന്നുകളയും. മനീഷിനെ വിടടാ, മനീഷിനെ വിട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവനിങ്ങനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് അവളോട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിന്റെ സിദ്ധു സാറ് എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഞാൻ ഈ മനീഷിനെ ഇപ്പോൾ കൊന്നു കളയാനാണ് പോകുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രിക തന്നെ അതിശയിച്ചു പോയി. കാരണം മനീഷിനെ കൊല്ലാൻ മാത്രമുള്ള എന്ത് ദേഷ്യമാണെന്ന് ചന്ദ്രികയ്ക്ക് അറിയില്ലായിരുന്നു. നീ നോക്കിക്കോ, നിന്റെ കൺമുന്നിൽ വെച്ചിട്ട് അവനിപ്പോൾ മരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ പിടിച്ചൊരു തള്ളു കൊടുത്തിട്ട് മനീഷിൻ്റെ കഴുത്ത് പിടിച്ചിട്ട് അവനെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിന് പുറമെ അവൻ്റെ മുഖത്തൊക്കെ ഒരുപാട് തല്ലുന്നുണ്ടായിരുന്നു. ചന്ദ്രിക വീണ്ടും പോയിട്ട് അവനുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. വിടടാ മനീഷിനെ വിട് എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും അവനും ചന്ദ്രികയെ ഉപദ്രവിക്കുകയാണ്. വീണ്ടും അവൻ ചന്ദ്രികയെ പിടിച്ച് അവിടെ നിലത്തിട്ടുണ്ട്. പിന്നീട് ചന്ദ്രിക നേരെ ഓടിപ്പോയിട്ട് ഒരു വലിയ മരക്കഷ്ണാണ് കുറച്ച് ദൂരത്ത് നിന്ന് എടുക്കുന്നത്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് മഹേഷിൻ്റെ തലയുടെ പിന്നിൽ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും തലയ്ക്ക് പിന്നിൽ തന്നെ തല്ലുകൊണ്ടപ്പോൾ മഹേഷ് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് വീഴുകയാണ്. മനീഷിൻ്റെ ദേഹത്ത് നിന്ന് അവൻ താഴേക്ക് വീണിട്ടുണ്ട്. ആ സമയം കൊണ്ട് മനീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചന്ദ്രിക. മനീഷ് എഴുന്നേക്ക്, മനീഷ് വാ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ വീണ വണ്ടി എടുക്കാനൊന്നും ചന്ദ്രിക ശ്രമിക്കുന്നില്ല. അവൾ മനീഷിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. മഹേഷിൻ്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതേസമയം മഹേഷ് ആണെങ്കിൽ ബോധം കെട്ടെടുത്ത് നിന്ന് വേഗം ചാടി എഴുന്നേറ്റിട്ട് അവൻ്റെ ഓട്ടോയിലേക്കാണ് കയറുന്നത്. ചന്ദ്രികയും മനീഷും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മനീഷിന് കാലിന് തീരെ വയ്യാത്തത് കൊണ്ട് അവൻ ഓടുന്നത് വളരെ സ്ലോ ആയിട്ടായിരുന്നു. അപ്പോൾ മഹേഷ് ആണെങ്കിൽ അവൻ്റെ ഓട്ടോ എടുത്ത് വന്നിട്ട് മനീഷിൻ്റെ ദേഹത്തിട്ടിട്ട് തട്ടിക്കുകയാണ്. മനീഷ് വീണ്ടും അവിടെ ബോധം
ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയെ മാറ്റി നിർത്തിയിട്ട് മനീഷിനെ പൊതിരെ ചവിട്ടി കൂട്ടുകയാണ് മഹേഷ്. അവൻ എന്തൊക്കെ ചെയ്തിട്ടും ദേഷ്യം തീരുന്നില്ല. ചന്ദ്രിക എത്ര തടയാൻ ശ്രമിച്ചിട്ടും അവൾക്കാണെങ്കിൽ മഹേഷിനെ പിടിച്ചിട്ട് കിട്ടുന്നുമില്ല. അവസാനം ചന്ദ്രികയെ വലിച്ചുകൊണ്ടാണ് മഹേഷ് ഓട്ടോയുടെ അടുത്തേക്ക് പോകുന്നത്. ചന്ദ്രിക ചന്ദ്രിക എന്നൊക്കെ മനീഷ് ബോധമില്ലാത്ത അവസ്ഥയിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ മഹേഷിൻ്റെ എല്ലാ അവസ്ഥയും അവൻ്റെ ആ ഒരു തല്ല് കൊണ്ടിട്ടുള്ള പ്രകൃതിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവസാനം നിലത്ത് കിടന്നൊരു വടിയെടുത്തിട്ട് അവൾ വീണ്ടും മഹേഷിനെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര തല്ലിയിട്ടും ചന്ദ്രയ്ക്ക് അവളുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ മഹേഷിനെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് തല്ലുകൊണ്ടപ്പോൾ പിന്നെ മഹേഷും അവിടെ ക്ഷീണമായിട്ട് കിടക്കുകയാണ്. ആ സമയം കൊണ്ട് വേഗം മനീഷിനെയും കൂട്ടിയിട്ട് ചന്ദ്രിക വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ പഴയതുപോലെ അവർക്കൊപ്പം ആ സമയത്ത് എഴുന്നേറ്റ് ഓടാൻ മഹേഷിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ ഓട്ടോയുടെ സ്റ്റാൻഡ് പിടിച്ച് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയ്യോ, ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ. ഇവർ പോയി സിദ്ധുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ എന്നെ ജീവനോടെ വിടില്ല. അവൻ്റെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. മഹേഷ് ചിന്തിക്കുകയാണ്. പക്ഷേ അവന് തലക്ക് നല്ല അടികൊണ്ടതുകൊണ്ട് തന്നെ ബോധം ഇങ്ങനെ മറഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അവൻ ആ ഓട്ടോയുടെ അടുത്ത് തന്നെ ഇരുന്നിരുന്ന അവസാനം അവൻ അവിടത്തേക്ക് നിലത്ത് ബോധം കെട്ടിട്ട് വീഴുകയാണ്. ആ സമയം കൊണ്ട് ചന്ദ്രികയും മനീഷും കൂടി ഒരു ഓട്ടോ കിട്ടിയിട്ട് അവർ ആ ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. മനീഷ് ഓക്കെ ആണോ? ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. ആ, കുഴപ്പമില്ല ചന്ദ്രിക, മനീഷ് പറയാണ്. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, മനീഷിനെ മഹേഷ് കടത്തിയ വിവരം എത്രയും പെട്ടെന്ന് സിദ്ധു സാറിനെ വിളിച്ച് പറയണം. അയ്യോ, എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ. എന്നിട്ട് ഓട്ടോയിലുണ്ടായിരുന്ന ആ പയ്യനോട് ചോദിക്കുകയാണ്, അനിയാ നിൻ്റെ ഫോണൊന്ന് തരാമോ? ആ തരാലോ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഫോൺ കൊടുക്കുകയാണ്. സിദ്ധു ബിസിനസ് പരമായിട്ട് 2 ക്ലയൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ഒരുപാട് തവണ വിളിച്ചിട്ട് സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രിക ആകെ ടെൻഷൻ ആവുകയാണ്. പക്ഷേ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരത്തോട്ടായിട്ട് സിദ്ധാർത്ഥ് ആരോടോ 2 പേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ചന്ദ്രിക കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഓട്ടോക്കാരൻ പയ്യനോട് പറയാണ് ആ മുന്നിൽ കാണുന്ന കാറിൻ്റെ അടുത്തായിട്ട് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറിൻ്റെ അടുത്ത് സിദ്ധുവിൻ്റെ അടുത്തായിട്ടാണ് ഓട്ടോ നിർത്തിയത്. മനീഷ് കാര്യം മനസ്സിലാവാതെ ചന്ദ്രിക നോക്കിയപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് സിദ്ധു സാറിൻ്റെ കാറാണ്. സിദ്ധു സാർ അവിടെയുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം സിദ്ധു സാറിനോട് പറയണം മനീഷ്. ശരി ചന്ദ്രിക. അപ്പോൾ സിദ്ധാർത്ഥിനെ കവർ ചെയ്തിട്ട് വണ്ടി പോകുമ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനിയ ഇവിടെയാണ് സിദ്ധു സാർ എന്ന് വിളിക്കുന്ന സമയത്ത് സിദ്ധു കാറിലേക്ക് കയറാൻ പോവുകയാണ്. ചന്ദ്രികയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് കാറിൽ കയറാതെ അവിടെ നിൽക്കുകയാണ്. ചന്ദ്രിക ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സിദ്ധു നോക്കുന്നുണ്ട്. പിന്നാലെ ഇറങ്ങിയത് മനീഷായിരുന്നു. അവനാണെങ്കിൽ ആകെ ക്ഷീണിതനുമാണ്. അവനെ കണ്ടപ്പോൾ സിദ്ധു ആകെ അതിശയിച്ചു പോയി. എന്തു പറ്റി മനീഷ്? ഹേയ് മനീഷ്, നീ എപ്പോഴാണ് നാട്ടിൽ വന്നത്? ഞാൻ വന്നിട്ട് ഒരാഴ്ചക്ക് മുകളിലായി സാർ. ഒരാഴ്ചയോ? എന്താ മനീഷ് നീ പറയുന്നത്? ഒരാഴ്ചയായിട്ട് നീ എന്താ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പോലും ശ്രമിക്കാത്തത്? ഒരാഴ്ചയായിട്ട് നീ എവിടെയായിരുന്നു? മഹേഷ് എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു സാർ. അത് കേട്ടതും സിദ്ധാർത്ഥ് ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയായിട്ട് ഒന്നും പറയില്ല എന്ന് അവൾ തന്നെ തീരുമാനിച്ചതായിരുന്നു. കാരണം മനീഷ് പറഞ്ഞിട്ട് വേണം മഹേഷിൻ്റെ യഥാർത്ഥ മുഖം സിദ്ധു തിരിച്ചറിയാനെന്ന്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, മഹേഷ് നിന്നെ തട്ടിക്കൊണ്ടുപോയി ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നോ? അതെ സർ, ഞാൻ UK നിന്ന് തിരിച്ചു വന്നത് തന്നെ മേഘയോട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് മുതൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മനീഷ് സിദ്ധാർത്ഥിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നാട്ടിലെത്തിയതും ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ ഒന്നും തന്നെ തനിക്ക് വണ്ടി അവസരം തരാതിരുന്നപ്പോൾ മഹേഷ് തന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയത്. പക്ഷേ മേഘയോട് ഞാൻ ആ കാര്യം പറയുന്നതിന് മുന്നേ മഹേഷ് എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിൽ കെട്ടിയിട്ടു. എന്നാൽ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനേ സാധിച്ചില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണ ദിവസം. പക്ഷേ അവിടെ വെച്ചും മേഘയെ കാണാനോ സംസാരിക്കാനോ എനിക്ക് സാധിച്ചില്ല. അതിനു മുമ്പ് എൻ്റെ പിന്നാലെ വന്ന മഹേഷ് എന്നെ വീണ്ടും മയക്കിയിട്ട് അവിടെ നിന്ന് ബോധം കെടുത്തി കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് മഹേഷ് തന്നെ പൊതിരെ തല്ലിയതും തന്നെ കൊല്ലാനാക്കിയതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ അത്രയും സിദ്ധാർത്ഥനോടും ചന്ദ്രികയോടും മനീഷ് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ചന്ദ്രിക വന്നിട്ട് തന്നെ രക്ഷപ്പെടുത്തിയതും പിന്നീട് അവിടെ വീണ്ടും മഹേഷുമായിട്ട് അവർ തമ്മിൽ ഒരു തല്ലൊക്കെ ഉണ്ടായതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥനോട് പറഞ്ഞു കൊടുക്കുകയാണ് മനീഷ് തന്നെ. എല്ലാം കേട്ടതിന് ശേഷം സിദ്ധാർത്ഥ് മനീഷിനോട് ചോദിക്കുകയാണ്, എന്ത് കാര്യം മേഘയോട് പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് മഹേഷ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം പക്ഷെ എനിക്ക് ആദ്യം മേഘയോട് വേണം പറയാൻ. അത് കേട്ടതും സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അത്രയും വലിയൊരു കാര്യം എന്താണാവോ മനീഷിന് മേഘയോട് പറയാനുള്ളത് എന്ന് വെച്ചിട്ട്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും എന്നെ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും ഈ കാര്യം എനിക്ക് ആദ്യം മേഘയോട് തന്നെ സംസാരിക്കണം. അതുകൊണ്ടാണ്. അതിനുശേഷം ഞാനിത് നിങ്ങളോട് പറയുന്നതായിരിക്കും. അവസാനം സിദ്ധാർത്ഥ് പറയാണ്, ശരി മനീഷ്, എന്നോട് പറയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പം പറയണമെന്നില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി. പക്ഷേ ഇനി നിനക്ക് മഹേഷിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ വരികയാണെങ്കിൽ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ശരി സർ, ഞാൻ പോവാം.
താങ്ക്സ് ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ടാണ് മനീഷ് അവിടെ നിന്ന് മെല്ലെ മെല്ലെ നടന്നു പോകുന്നത്. അവൻ അവിടുന്ന് പോയതിനു ശേഷം ചന്ദ്രികയോട് സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എന്തിനായിരിക്കും ഇത്രയും ദിവസം മഹേഷ് മനീഷിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? അതെ സാർ, അതാണ് എനിക്കും മനസ്സിലാവാത്തത്. മഹേഷ് എന്തിനായിരിക്കും മനീഷിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക? ആ കാര്യം നമ്മളോട് പറയാൻ മനീഷ് എന്തിനായിരിക്കും ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? എനിക്ക് ആകെ സംശയം തോന്നുവാണ്. കാരണം മനീഷും മഹേഷും തമ്മിൽ നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നിട്ടും എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മനീഷിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അത് നമ്മളോട് പറയാനാണെങ്കിൽ മനീഷ് മടിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ അത് മേഘയെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു രഹസ്യം തന്നെ ആയിരിക്കുമോ? അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവിടെയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.